വെൽക്കം ടു സൈലം ലേണിംഗ്. അമൃത മിസ് ആണ്. അപ്പോൾ മക്കളെ കൃത്യം 2 ആഴ്ച കൂടെ കഴിഞ്ഞാൽ നമ്മൾ സ്കൂൾ തുറന്ന് നമ്മൾ സ്കൂളിലേക്ക് തിരിച്ചു പോകൂലേ. അവിടെ നമ്മളുടെ ഫ്രണ്ട്സും ടീച്ചേഴ്സും ഒക്കെ നമുക്ക് വേണ്ടി വെയിറ്റിംഗ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും കാണാൻ നിങ്ങൾ എക്സൈറ്റഡ് ആയിരിക്കും അല്ലേ. അപ്പോൾ അവരെയൊക്കെ കാണുന്ന കൂട്ടത്തിൽ നമുക്കറിയാം നമ്മളെ കാത്തിരിക്കുന്ന ഒരു പുതിയ ആളുകൂടി അവിടെ ഉണ്ട്, നമ്മുടെ ടെക്സ്റ്റ് ബുക്ക്. ഇതുവരെ നമ്മൾ ആരും കാണാത്ത ഒരു പുതിയ ടെക്സ്റ്റ് ബുക്കാണ് നമുക്ക് 6ാം ക്ലാസ്സിൽ നിങ്ങളെ കാത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക്, അതായത് മാറി വരുന്ന ടെക്സ്റ്റ് ബുക്ക് എങ്ങനെ അടിപൊളിയായിട്ട് ഫസ്റ്റ് മുതലേ നന്നായിട്ട് പഠിക്കാം, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ അതിൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ മാറി വന്ന ടെക്സ്റ്റ് ബുക്ക് ആയിക്കോട്ടെ, മാറാതെ വരുന്ന ടെക്സ്റ്റ് ബുക്ക് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, എങ്ങനെ എന്തൊക്കെ സംഭവിച്ചാലും അടിപൊളിയായിട്ട് എങ്ങനെ പഠിക്കാം എന്നുള്ളത് നമുക്ക് നോക്കിയാലോ. അതിന് കുറച്ച് കാര്യങ്ങളാണ് എൻ്റെ മക്കൾ ശ്രദ്ധിക്കേണ്ടത്. അതിൽ ഒന്നാമത്തെ കാര്യം വർക്ക് ഓൺ ബേസിക്സ്. ചുമ്മാ പറയുമല്ല, നിങ്ങൾക്ക് 5ാം ക്ലാസ്സിൽ ടെക്സ്റ്റ് ബുക്ക് കയ്യിലുള്ള ആൾക്കാർ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെ കൺസെപ്റ്റുകളുടെ കോറായിട്ടുള്ള സാധനങ്ങൾ, അതായത് ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ 1ാമത്തെ ചാപ്റ്റർ നിങ്ങൾ പഠിച്ചത് വരകളും വട്ടങ്ങളും എന്ന് പറയുന്ന ചാപ്റ്ററിലെ ലൈൻസ് ആൻഡ് സർക്കിൾസ് ആണ്. ആ ചാപ്റ്ററിൽ എന്താ പഠിപ്പിക്കുന്നത്? എങ്ങനെയാണ് ഒരു വൃത്തം വരയ്ക്കുക എന്നുള്ള കാര്യമാണ് പഠിക്കുന്നത്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു കോമ്പസ് വെച്ച് വൃത്തം വരച്ച് പഠിക്കുക. 2ാമത്തെ ചാപ്റ്റർ ഏതായിരുന്നു? നമ്പർ വേൾഡ് അല്ലേ. നമ്പർ വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾ എന്തായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്? നമ്പേഴ്സിനെ കുറിച്ചാണ്, വലിയ വലിയ നമ്പേഴ്സ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, വെറുതെ കുറച്ച് നമ്പേഴ്സ് എഴുതി അത് വായിക്കാൻ പറ്റുന്നുണ്ടോ, അതിന്റെ പ്ലേസ് വാല്യൂ എന്താണ് അല്ലേ, സ്ഥാനവിലയും മുഖവിലയും ഒക്കെ നിങ്ങൾ വെറുതെ ഒന്ന് റിവൈസ് ചെയ്ത് വെക്കുക. മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചായിരുന്നു. അപ്പൊ അതിൽ പറഞ്ഞ കാര്യങ്ങൾ എന്താണ്, എങ്ങനെയൊക്കെയാണ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക അല്ലേ. അതേപോലെ തന്നെ പവർ അല്ലേ, nth ഓഡ് നമ്പർ കാണാം അല്ലെ, ഒറ്റ സംഖ്യകളുടെ തുക കാണാം, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അല്ലേ. സ്ക്വയർ നമ്പേഴ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു ചാപ്റ്ററിൽ പഠിച്ച കാര്യങ്ങൾ ഒന്ന് റിവൈസ് ചെയ്ത് വെക്കുക. കാരണം പുതിയ ടെക്സ്റ്റ് ബുക്കിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണെന്ന് നമുക്കറിയില്ല. അപ്പൊ കഴിഞ്ഞ ടെക്സ്റ്റ് ബുക്കിന്റെ ബാക്കിയായിരിക്കും പുതിയ ടെക്സ്റ്റ് ബുക്കിൽ. അപ്പൊ അതൊക്കെ ഒന്ന് നമ്മൾ റിവൈസ് ചെയ്ത് വെക്കുക. ഇനി മാറിയ ടെക്സ്റ്റ് ബുക്ക് കയ്യിൽ കിട്ടിയാൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഓരോ പാഠം കഴിയുമ്പോഴും അതിൽ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടാവും. എക്സാമിന് അത് അതേപോലെ ചോദിക്കുന്ന ചോദ്യങ്ങളായിരിക്കും. അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഈ ചോദ്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സാമിന് ആ ചോദ്യം വരുമ്പോൾ നിങ്ങൾക്ക് ആരുടെയും സഹായമില്ലാതെ ആ ചോദ്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർസ്റ്റാൻഡ് മാത്ത് ഇൻ യുവർ ലാംഗ്വേജ്. എപ്പോഴും മാത്സ് പഠിക്കുമ്പോൾ ടെക്സ്റ്റ് ബുക്ക് കാണാപ്പാഠം പഠിച്ചിട്ടോ അല്ലെങ്കിൽ വായിച്ച് പഠിച്ചിട്ടോ കാര്യമില്ല. നിങ്ങൾ ചെയ്യേണ്ടത് മാത്സ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പഠിക്കുക. അതെങ്ങനെ സാധിക്കും? അതിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മുമ്പിൽ ഒരാളെ പിടിച്ചിരുത്തുക. ഇനി ആരും ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലൊരു പെറ്റായാലും മതി, ഒരു പൂച്ചക്കുട്ടിയോ നായ്ക്കുട്ടിയോ, നിങ്ങളുടെ വീട്ടിൽ ആരാണോ ഉള്ളത്, നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അയാളെ പിടിച്ച് നിങ്ങളുടെ മുമ്പിൽ ഇരുത്തുക. എന്നിട്ട് അവർക്ക് നിങ്ങൾ ഈ മാത്സ് നിങ്ങൾ ടീച്ചറായിട്ട് പഠിപ്പിച്ചു കൊടുക്കുക. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ടും ആ ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. നിങ്ങളുടെ ഭാഷ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, തിരുവനന്തപുരത്ത് ഒരാൾ സംസാരിക്കുന്ന രീതിയല്ല തൃശ്ശൂർ പറയുന്നത്, ആ രീതിയല്ല കോഴിക്കോട്, ആ രീതിയല്ല കാസർഗോഡ്. അപ്പോൾ ആ ഒരു ഭാഷയിൽ, ആ ഒരു ടോണിൽ നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ പഠിപ്പിച്ചു തുടങ്ങുമ്പോൾ അടിപൊളിയായിട്ട് മാത്സ് പഠിക്കാൻ വേണ്ടി പറ്റും. ഇനി ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും ആ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ എക്സാമിന് നമുക്ക് എളുപ്പത്തിൽ റിവിഷൻ ചെയ്യാൻ വേണ്ടിയും സാധിക്കും. ഇനി ഇതിനെല്ലാം കൂടി നിങ്ങളെ സഹായിക്കാൻ വേണ്ടി സൈലം കൊണ്ടുവന്നിരിക്കുന്ന ഓൺലൈൻ ട്യൂഷൻ ബാച്ചാണ് നമ്മുടെ സ്വന്തം വജ്ര ബാച്ച്. അപ്പോൾ ഈ ബാച്ചിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കൂടെ തന്നെ ഞങ്ങളും നിങ്ങളെ സഹായിക്കാനായിട്ടുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യാം, കൃത്യമായിട്ട് ആദ്യം മുതലേ ബേസിക് മുതൽ നമുക്ക് പഠിച്ചു തുടങ്ങാം. അടിപൊളിയായിട്ട് ഓൾറെഡി ബേസിക് ക്ലാസ്സുകളൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്തു. ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് തരും, നിങ്ങൾ എക്സാംസ് നടത്തും, അതേപോലെ തന്നെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ ഞങ്ങൾ ഉണ്ടാകും. പിന്നെയോ ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും, റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉണ്ടാവും. അങ്ങനെ എല്ലാത്തിനും നോട്ട്സുകൾ, നിങ്ങൾക്ക് ക്ലാസ് കഴിഞ്ഞാൽ നോട്ട്സുകളൊക്കെ അവൈലബിൾ ആയിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് വേണ്ട എല്ലാം നമ്മളുടെ ഈ വജ്ര ബാച്ചിൽ ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക, ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ സീറ്റ് ബുക്ക് ചെയ്യുക. അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് മുതലേ പഠിച്ചു തുടങ്ങാം. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യുക. നമുക്ക് ലൈവിൽ വെച്ച് കാണാം.